ഓപ്പോയുടെ ഓപ്പോ ഫൈൻഡ് X7 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഓപ്പോ ഫൈൻഡ് X7 സീരീസിൽ 2 ഫോണുകൾ വന്നേക്കാം. ഓപ്പോ ഫൈൻഡ് X7ഉം അതുപോലെ തന്നെ ഓപ്പോ ഫൈൻഡ് X7 അൾട്രയും. പിന്നെ ഇത് കൂടാതെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും വന്നേക്കാം. ഇപ്പം ഓപ്പോ ഫൈൻഡ് X7 സീരീസിൻ്റെ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ ഫൈൻഡ് X7 സീരീസിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ ഫൈൻഡ് X7ൽ 6.78 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. പിന്നെ ഓപ്പോ ഫൈൻഡ് X7 അൾട്രയിൽ 6.82 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ വന്നേക്കാം. അൾട്ര വെർഷനിലോട്ട് വരുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ ഫോണുകളിൽ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഈ ഫോണുകളിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഈ ഫോണുകളിൽ കേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അതുപോലെ തന്നെ ഈ ഫോണുകളിൽ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും വരുന്നതായിരിക്കും. അപ്പം ഈ ഫോണുകളിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ X7ൽ MediaTek Dimensity 9300 എന്ന പ്രോസസ്സറായിരിക്കും വരിക. എന്നാൽ X7 അൾട്രയിൽ Snapdragon 8 Gen 3 എന്ന പ്രോസസ്സറായിരിക്കും വരിക. X7ൽ MediaTekൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരും. X7 അൾട്രയിൽ സ്നാപ്ഡ്രാഗൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും വരുന്നതായിരിക്കും. ഈ രണ്ട് ഫോണുകളിലും ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെയായിരിക്കും വരിക. ഈ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ ഫോണുകളിൽ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും വന്നേക്കാം. 16 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നതായിരിക്കും. പിന്നെ 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും ചിലപ്പം വന്നേക്കാം. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഈ ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ X7 അൾട്രയുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും വന്നേക്കാം. ഈ ഒരു ഫീച്ചർ ഇല്ലാത്ത ഒരു വെർഷനും വരുന്നതായിരിക്കും. X7 അൾട്രയിൽ 2 വെർഷൻസ് വരുന്നതായിരിക്കും. പിന്നെ Android 14 ബേസ്ഡായിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണുകളിൽ വരിക. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണുകളിൽ വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും ഇതിൽ വരില്ല. പിന്നെ ഈ ഫോണുകളിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ X7ൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും X7 അൾട്രയുടെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും വന്നേക്കാം. ഇതിൽ X7ൽ 50 മെഗാ പിക്സലിൻ്റെ സോണി LYT808ൻ്റെ മെയിൻ ക്യാമറ സെൻസർ വന്നേക്കാം. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 50 മെഗാ പിക്സലിലെ സാംസങ് JN1 അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. മൂന്നാമത് 64 മെഗാ പിക്സലിലെ OmniVision 64Bയുടെ ഒരു ടെലിഫോട്ടോ ലെൻസും വന്നേക്കാം. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ X7 അൾട്രയിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ തന്നെയായിരിക്കും വരിക. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സോണി LYT900 സെൻസർ ആയിരിക്കും വരിക. വോയിസിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിലും വരുന്നതായിരിക്കും. പിന്നെ ഇത് കൂടാതെ 64 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നതായിരിക്കും. പക്ഷേ ഇത് സോണി IMX890യുടെ സെൻസർ ആയിരിക്കും. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ സോണി IMX858ൻ്റെ ഒരു പെരിസ്കോപ്പ് ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. 6x ഒപ്റ്റിക്കൽ സൂമൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ഈ രണ്ട് ഫോണുകളിലും 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. ഈ ഫോണുകളിൽ അത്യാവശ്യം നല്ലൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പൊതുവെ ഓപ്പോയുടെ ഫൈൻഡ് X സീരീസിൽ വരുന്ന ഫോണുകളിൽ വളരെ മികച്ച ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇൻഡസ്ട്രിയിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പൊതുവെ ഈ ഫോണുകളിൽ കാണാറുണ്ട്. ഈ ഫോണുകളിൽ നമുക്ക് അതുപോലുള്ളൊരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളിലും 5000 mAhൻ്റെ ബാറ്ററി വന്നേക്കാം. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടും ഈ ഫോണുകളിൽ വന്നേക്കാം. പിന്നെ X7 അൾട്രയിൽ ഇത് കൂടാതെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്തേക്കാം. X7ൽ ഈ ഒരു ഫീച്ചർ വരാൻ ചാൻസ് ഇല്ല. ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ January 8-നാണ് ഈ സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലല്ല ഈ ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുക. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ X7ൻ്റെ വില ഒരു 70,000-80,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. X7 അൾട്രയുടെ വില 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം ഇന്ത്യൻ മാർക്കറ്റിൽ. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും
ഓപ്പോയുടെ ഓപ്പോ ഫൈൻഡ് X7 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.